ഹലോ ഡിയേഴ്സ്, ബാരിഷ് കെ ബാദ് എന്ന സ്റ്റോറിയുടെ ബാക്കി ഭാഗം നോക്കണ്ടേ നമുക്ക്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗുഡുവും ഗുഡലിയും കൂടെ ആ തോണിയിൽ കുറച്ച് യാത്രക്കാരെ ഇരുത്തിയിട്ട് തോണി വിട്ടു. അപ്പോൾ അതിലൊരു യാത്രക്കാരൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇവരുടെ തോണി മറിഞ്ഞു. അപ്പോൾ തോണി മറിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏത് യാത്രക്കാരനാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് എന്നൊക്കെ നമുക്കറിയണം അല്ലേ. ഓക്കെ. गुड्डू और गुडली सांस धामे अपनी नाव को देख रहे थे. पता नहीं सवारों का क्या होगा. ഇവരുടെ ബോട്ട് മറിഞ്ഞത് കണ്ടിട്ട് ഗുഡുവും ഗുഡലിയും ശ്വാസം അടക്കി പിടിച്ച് അങ്ങനെ നിന്നു. എന്തൊക്കെയാണ് യാത്രക്കാർക്ക് സംഭവിച്ചതെന്ന് ഇവർക്ക് അറിയില്ല. തബി ചിംട്ട പാനിമേൻ തൈർക്കർ ഏക്ക് ടെഹനിക്ക് തരഫ് ജാത്ത ദിഖ. അപ്പോഴാണ് ചിംട്ട ഉറുമ്പ് ഒരു മരക്കൊമ്പിൽ കയറിയിട്ട് നീന്തി രക്ഷപ്പെടുന്നത് അവർ കണ്ടത്. കെച്ചുവ പാനിക്ക് അന്തർ കഹിൻ ചലാകയാ. മണ്ണിരക്ക് എന്താ സംഭവിച്ചത്? മണ്ണിര വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയി. ബസ് കോസം കെ പേട് കെ ലാൽക്കാല കീടേക്ക കോയി പത്താ നഹീദാ. ആ കോസം പേട് അല്ലേ, അതിമ ഉണ്ടായിരുന്ന ആ കറുപ്പും ചുവപ്പായിട്ടുള്ള ആ ജീവിയുടെ ഒരു വിവരവും ഇല്ല. गुड्डू और गुडली उल्टी बहती नाव के पीछे भागे और तभी नाव के नीचे से कीड़े का काला मुँह दिखाई दिया. ഗുഡുവും ഗുഡലിയും കൂടെ അവരുടെ ആ തല കീഴായി മറിഞ്ഞ ബോട്ടിൻ്റെ നേരെ ഓടി. അപ്പോഴാണ് അവർ കണ്ടത് എന്താണ്, ഈ ബോട്ടിൻ്റെ അടിയിൽ മറ്റേ നമ്മുടെ ആ ചുവപ്പും കറുപ്പുള്ള ആ ജീവി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കറുത്ത വായ കാലാമോഹ് അത് അവർ കണ്ടത്. ഗുഡലിനെ അഹിസ്തേസെ ഉസെ ഉഠായ. ഗുഡലി അതിനെ സാവധാനം എടുത്തു. എന്നിട്ട് എന്താ ചെയ്തത്? ഔർ കോസം കെ പേടിക്ക് പത്തിയോം പർ ചോട് ദിയ. എന്നിട്ട് ആ കോസം ട്രീ ഉണ്ട് അല്ലേ, ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ കോസം ട്രീ, ഇതാണ് കേട്ടോ. ആ ട്രീയുടെ ഇലമ്മൽ പതുക്കെ കൊണ്ടുപോയി വെച്ചു ഈ ജീവിയെ. ആര്? ഗുഡലി. गुडली अभी कीड़े को जाते हुए देख ही रही थी कि गुड्डू ने आवाज़ दी, देख गुडली गोगुल गैया. ഗുഡലി മറ്റേ നമ്മുടെ ആ ജീവിയെ ഇങ്ങനെ പതുക്കെ ആ മരത്തിൻ്റെ ഇലമ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഇവിടെ ഗുഡലിയെ ഉറക്കെ വിളിക്കുകയാണ്. ഗുഡലി നോക്കൂ, ഗോകുൽ ഗയ്യ കിത്തനി സുന്ദർ മക്മലി ലാൽ രംഗ് കി കീടി ഹോത്തി ഹെ ഗോകുൽ ഗയ്യ. എങ്ങനത്തെ ജീവിയാണ് ഈ ഗോകുൽ ഗയ്യ എന്ന് പറഞ്ഞാൽ? നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ എങ്ങനെയാണ്? നല്ല വെൽവെറ്റ് പോലെ. പിന്നെ ലാൽ രംഗ് കി കീടി ഹോത്തി ഹേ ഗോകുൽ ഗയ്യ. പിന്നെ എന്താണ് അതിൻ്റെ കളറ്? നല്ല ചുവപ്പ് കളറുള്ള ഒരു ജീവിയാണ് ഈ ഗോകുൽ ഗയ്യ. ബാരിഷ് കെ അലാവ ഔർ കിസി മൗസം മേ ദിഖ്തി ഹി നഹി ഹെ. എന്താണ് ഈ മഴയ്ക്ക് ശേഷമുള്ള ആ ഒരു സമയത്താണ്, ആ ഒരു സീസണിലാണ് ഈ ജീവിയെ കാണുക. അല്ലാത്തപ്പോഴൊന്നും ഇതിനെ കാണില്ല. കണ്ടോ, പിക്ചറിൽ കണ്ടോ ആ ജീവിനെ? നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഇതുപോലത്തെ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഗുഡലി ഔർ ഗുഡു ഗോകുൽ ഗായോं को एक माचिस की डिब्बी में इकट्ठा करके स्कूल में दोस्तों को दिखाते थे. ഗുഡുവും ഗുഡലിയും എന്താ പറഞ്ഞത്? ഈ ജീവിയെ നമുക്ക് പിടിച്ചിട്ട് തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിൽ, മാച്ചിസ്കി ടിബി എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു കൊടുക്കാം എന്ന് പറയും ഇവർ രണ്ടുപേരും കൂടെ. യഹ് സബ് സോച്ചത്തെ ഹുയെ ഗുഡലി ചട്ട് സേ ഭാഗി. ഇത് കേട്ടപ്പോൾ ഗുഡുവിൻ്റെ അടുത്തേക്ക് ഓടി. ഗുഡു ചാന്ദിനി തലേ ഗഡേധ. ഈ സമയത്ത് ഗുഡു എവിടെ നിൽക്കുന്നത്? ചാന്ദിനി തലേ, നന്ദ്യാർ വട്ടച്ചെടിയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഗുഡലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ടൂണ്ടിനേലേക്ക്. ഗുഡലി അവിടെ ചെന്നിട്ട് ഈ ഗോകുൽ ഗായിനെ ഇങ്ങനെ തിരയാണ്. ഗുഡു അത് പറഞ്ഞിട്ടാണ് ഗുഡലി അങ്ങോട്ട് ചെന്നത്. അപ്പോൾ അതിനിങ്ങനെ തിരയാണ്. തബി ഗുഡുവിനെ ചാന്ദിനിക്ക് പേടുക്കോ സോർ സെ ഹിലാ ദിയ. അപ്പോൾ ഗുഡു എന്താ ചെയ്തത്? ഗുഡു ഈ ചാന്ദിനിയുടെ ആ ചെടി പിടിച്ചിട്ട് അങ്ങോട്ട് കുലുക്കി. പേടിക്ക് പത്തിയോം ഔർ ഫൂലോം പർ ടെഹരാ ഹുവാ സാരാ പാനി ഗുഡലി കെ ഊപ്പർ ഗിർ ഗയാ.
അപ്പോൾ എന്താണ്ടായി, മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയാണല്ലേ, ആ സമയത്താണ് ഇവർ പുറത്തിറങ്ങി കളിക്കുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഇലമലും പൂവുമലൊക്കെ തങ്ങി നിന്നിരുന്ന വെള്ളം വഹ് തർബത്തർ ഹോ ഗയി, അവൾ ആകെ നനഞ്ഞു കുളിച്ചു. ഗുഡ്ഡു ഭാഗ്ത ജാ രഹാ താ ഔർ ഹംസ്താ ജാ രഹാ താ. ഗുഡ്ഡു ഇത് കണ്ടപ്പോൾ ഗുഡുവിന് ഭയങ്കരമായിട്ട് ചിരി വന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഓടി. ഇങ്ങനെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അല്ലേ? എല്ലാവരും ചെയ്യുമല്ലേ? മരം പിടിച്ച് കുലുക്കുക, മൊത്തം വെള്ളം മറ്റുള്ളവർ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വെള്ളം മേൽക്കാക്കും. അതുപോലെയാണ് ഇപ്പോൾ ഗുഡ്ഡു ചെയ്തത്. ഗുഡലി ജോർ സെ ചില്ലാക്കർ ഉസ്കാ പീച്ചാ കർ രഹി ദി. ഗുഡലി ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇസി ഭാഗ് ദൗഡ് മേ ഗുഡ്ഡു ഫിസല ഔർ ജാക്കർ കിച്ചഡ് മേ ദം സെ ഗിർ ഗയ. ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഗുഡ്ഡു അവിടെ ആ ചെളിയിൽ ദം എന്ന് പറഞ്ഞിട്ട് ആ ചെളിയിൽ അവിടെ വീണു. അബ് കിച്ചഡേ മേ സരോബർ ഗുഡ്ഡു ബി ഹംസ് രഹാദ ഔർ ഗുഡലി ബി. ആ ചെളിയിൽ വീണ് കിടക്കുന്ന ഗുഡുവിനെ കണ്ടപ്പോൾ ഗുഡലിക്കും ചിരി വന്നു. അങ്ങനെ അവർ രണ്ടുപേരും നന്നായിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ കഹാനി. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കെ, ഇനി ഇതിൽ കുറച്ച് വേർഡ് മീനിങ്സും കൂടെ ഉണ്ട്, അതും കൂടി നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.